അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ഡയറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എക്സ്ട്രീം റമദാൻ ഡ്രസ് മേക്ക് ഓവർ ചെയ്യുക. ഇതുവരെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററും ചെയ്ത് കണ്ടിട്ടില്ല, മലയാളത്തിലും കണ്ടിട്ടില്ല, ഇംഗ്ലീഷിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ ഞാനൊരു കഴബ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചതായിരുന്നു. കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് പെൻ ഹോൾഡറാണ്. അപ്പം കുറച്ച് DIYs ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ബാക്കിലുള്ള മിഫി പെൻ ഹോൾഡറില്ലേ, അത് മാറ്റിയിട്ട് ഞാനൊരു വേറൊരു കുറച്ച് പറയുക വിൻറ്റേജ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡ്രസ് മേക്ക് ഓവർ ചെയ്യുന്ന കുറച്ച് വിൻറ്റേജ് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വാച്ചിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സൈസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാ സൈസൊന്നും തെറ്റിപ്പോവും. അതിനുശേഷം ഒന്ന് വെക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. വെക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് കറക്റ്റാണെന്ന് നോക്കിയിട്ടുണ്ട്. ചിലയിടക്കൊക്കെ ഒന്ന് പൊന്തി വെക്കുന്നുണ്ട്, പക്ഷേ സാരില്ല, അങ്ങനെ തിരിയുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത്. കുറച്ച് റഫായിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ബിക്കോസ് എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. മീൻസ് സ്കെയിൽ കൊണ്ടൊക്കെ വരയ്ക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അത് എന്നിട്ട് നമ്മൾ സാധാ ഫെവിക്കോളില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാ വീഡിയോയിലും ഒരു ട്രാൻസിഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഇതിലും ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം. എനിക്കിത് കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് മൂൺ ലാമ്പ് സ്റ്റാൻഡ്. ബിക്കോസ് ഞാൻ മൂൺ ലാമ്പ് ഉണ്ടാക്കുന്ന കുറേ ക്രാഫ്റ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പക്ഷേ അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാനൊരു പണിയായിരുന്നു. അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അടുത്തതാണ് വോൾ ഗ്രിഡ്. ഇത് കുറേ ഇതിൽ പ്രിൻട്രസ്റ്റിൽ ഡ്രസ് മേക്ക് ഓവറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറേ വേണേൽ കുറേ എടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അവിടെ സാധാ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി സ്റ്റിക്കാ എന്താണെന്ന് വെച്ചാൽ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കുറേ ഉണ്ടാക്കണം. ഞാനൊരു 8 ഉണ്ടാക്കിയിട്ടുള്ളൂ, ബിക്കോസ് എനിക്ക് ചെറുതാണ് വേണ്ടത്. പിന്നെ എല്ലാത്തിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കറക്റ്റ് സെയിം സൈസായിരിക്കണം എല്ലാ എണ്ണവും. അപ്പോൾ എല്ലാ എണ്ണം ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് ഒന്ന് വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എല്ലാ സെയിം സൈസ് വേണം കേട്ടോ, അതുകൊണ്ടാണ്. ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇല്ലേ, അതേപോലെ തന്നെ ഗ്രിഡ് പാറ്റേണിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ 4 വെച്ചാണ് വെച്ചിട്ടുള്ളത്, ബിക്കോസ് എനിക്ക് ചെറുതാണ് വേണ്ട, അത്ര വലുതൊന്നും വേണ്ട. അപ്പോൾ ഇത് ഞാൻ സാധാ ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്ക്. നിങ്ങൾ കാണുന്ന പോലെ അല്ല, ഈ സൈഡും ഫുള്ള് റൈറ്റ് സൈഡ് എപ്പോഴും നല്ല എസ്തെറ്റിക് ആയിരിക്കും, പക്ഷേ ഈ സൈഡിൽ ഫുൾ അലമ്പായിരിക്കും. ഇപ്പം ഇത്രയേ ഉള്ളൂ, പക്ഷേ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ അലമ്പായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും വൃത്തിയാക്കൊക്കെ ചെയ്യും, ബിക്കോസ് എനിക്ക് ഭയങ്കര ഓർഗനൈസ് ചെയ്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇപ്പം ഞാൻ ചെയ്ത ക്രാഫ്റ്റില്ലേ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനെന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ നമ്മളെ ഫാരിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ് ആ ടാപ്പൊക്കെ. ഇത് ഈ വാൾ പോസ്റ്റേഴ്സ് പെയിൻറ്റ് ഇളകാണ്ട് ഇളക്കിയെടുക്കാനുള്ളൊരു ട്രിക്ക് ഞാൻ വയ്യേ പറഞ്ഞുതരാം. ആൻഡ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പേപ്പർ കീറിപ്പോയി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉള്ളിലാക്കി കൊടുക്കുക. അപ്പോൾ വാൾ പോസ്റ്റേഴ്സ് കഴിച്ചാൽ എന്തോ പോലെ ഉണ്ട്, സത്യം പറഞ്ഞാൽ ഒരു രസമില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോൾ ഫുൾ പ്ലെയിൻ ക്യാൻവാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ എൻ്റെ ഡെസ്ക്. ഇതിൽ ഫുൾ സ്ക്രാച്ചസ് അല്ല, പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുത്തിയൊന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. മീൻസ് സ്ക്രബ് ഇട്ടിട്ട് അരയ്ക്കാൻ തൊട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന 3 ബുക്സായിരുന്നു. ഒന്നെൻ്റെ ക്യൂട്ടായിട്ടുള്ളൊക്കെ ജേർണൽ ചെയ്യുന്ന ഡയറി, പിന്നെ ഒന്ന് എൻ്റെ ഡെയിലി ഡയറി, പിന്നെ ഒന്ന് വിൻറ്റേജ് ജേർണൽ ഡയറി. അപ്പോൾ അതൊക്കെ ഞാൻ ഡെയിലിയൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് എനിക്ക് അവിടെ തന്നെ വേണം നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഓർഗനൈസറിൽ വേറെ സൈഡും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ വാഷി ടേപ്പും
പിന്നെ ഇതേപോലെ ഒരു എന്താ പറയുക ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു. അടുത്തത് എൻ്റെ സ്വന്തം മണി പ്ലാന്റ് ആയിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ പോരം വാങ്ങിച്ചതായിരുന്നു, ലുലു പോരം വാങ്ങിച്ചതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. അപ്പോൾ അതും ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായത് നമ്മൾ മൂൺ ലാമ്പല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഇതേപോലെ ഫാരി ലൈറ്റും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഞാൻ എപ്പോഴും വെക്കുന്ന കുറേ സാധനങ്ങളാട്ടോ വെച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മളെ ഡെസ്കിൻ്റെ എന്താ പറയുക ക്ലോക്കില്ല, ഡെസ്ക് ക്ലോക്ക് അത് വെച്ചെടുത്തിട്ടുണ്ട്. മൂൺ ലാമ്പ് കത്തിച്ചേരെ വേറെ ലെവലായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ ഞാൻ എപ്പോഴും വെക്കുന്ന കുറേ സാധനം വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ കുറേ എന്താ പറയുക റമദാൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എന്താ പറയുക വാൾ പോസ്റ്റേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുക്കുന്ന ഏത് പേപ്പറിലാണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ക്യാൻവാസ് ഉണ്ടായിരുന്നു എൻ്റെ എടുക്കുക. അപ്പോൾ അതിൽ ക്യാൻവാസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എൻ്റെ എടുക്കുക. അപ്പോൾ അതിൽ ഞാൻ ഒരു ക്യൂട്ടായിട്ടിലായിരുന്നു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ, ഇല്ലെങ്കിൽ അതിങ്ങനെ ഊരി വരും. അപ്പോൾ അത് വരച്ചിട്ട് ഞാനൊരു വിൻറ്റേജ് പേപ്പർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു ഭംഗിയൊന്നും തോന്നിയിട്ടുണ്ടായില്ല. അതൊരു ബോണ്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതും ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ്സിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഈ ക്യാൻവാസ് നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ശരിക്കും വിൻറ്റേജ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ പറഞ്ഞു, ഒരു സൈഡ് ഭയങ്കര വിൻറ്റേജ്, ഒരു സൈഡ് ഭയങ്കര ക്യൂട്ടായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വാൾ ഗ്രിഡിൽ അതും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. ബിക്കോസ് പേപ്പറിൻ്റെ സാധനമല്ലേ, അല്ലാണ്ട് വെയിറ്റുള്ള സാധനമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഒട്ടും എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പിൽ തന്നെ ഞാൻ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ വീഴുക എന്നുള്ളത് നാളെ അറിയാം. പിന്നെ ഞാൻ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 വിൻറ്റേജ് ആയിട്ടുള്ള സാധനം തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായി. ബിക്കോസ് ഞാൻ റൈറ്റ് സൈഡിൽ നിന്നാണ് എപ്പോഴും വീഡിയോ എടുക്കുക. അപ്പം എപ്പോഴും ഒരു മിനിമൽ എസ്തെറ്റിക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിൻറ്റേജ് ആക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എന്താ പൗഡർ എടുത്തിട്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ഹാക്ക് ആൻസറാണ്. വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്ന സമയത്ത് ഇതേപോലെ ജസ്റ്റ് സെലോ ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പൗഡറാക്കി കൊടുക്കുക. അപ്പോൾ അത് അടിപൊളിയായിട്ട് വരും. അത്ര എന്താ പറയുക ഒട്ടൂല. അത്ര ഒട്ടില്ല മീൻസ് ഓൾന്ന് പറഞ്ഞൊന്നും വരില്ല, എന്നാലും ഒട്ടും. അങ്ങനെയാണ്, പെയിൻ്റ് ഇളകി വരില്ല. അപ്പോൾ അതൊരു ഭയങ്കര അടിപൊളി ഹാക്കാണ്. ഞാൻ എവിടെയും കണ്ടിക്കൊന്നില്ല. അപ്പോൾ ഞാനത് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വോളേ ഫുള്ളായിട്ട് മാറി. പിന്നെ ഞാൻ ചെയ്തെടുത്ത് ഈ ഒരു എന്താ പറയുക ലീഫിൻ്റെ സംഭവം കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.